10 വിഭവങ്ങളുമായി 10 രുചിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മിക്സഡ് തോരനാണ്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹാഫ് ക്യാബേജ്, അതുപോലെ 2 ക്യാരറ്റ്, പിന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ്, പിന്നെ പച്ചമുളക്, വേപ്പില, പിന്നെ ഒരു സവാള കുത്തിയരിഞ്ഞത്, പിന്നെ അതുപോലെ തന്നെ തേങ്ങ, കുറച്ച് ഉഴുന്നുപരിപ്പ്, വറ്റൽമുളക്, കടുക്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ ക്യാരറ്റും ക്യാബേജും നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാൻ ക്യാബേജും ക്യാരറ്റും നന്നായിട്ടൊന്ന് കൊത്തി അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് കൊത്തി അരിയുക. ഗ്രേറ്ററിൽ വെച്ച് ഗ്രേറ്റ് ചെയ്താൽ ആകെ ഒന്ന് കുഴഞ്ഞു പോകും. അപ്പോൾ ഇതുപോലെ ഒന്ന് കൊത്തി അരിഞ്ഞിട്ട് വരാം കേട്ടോ. പിന്നെ ഞാൻ പറയാൻ വിട്ടു പോയതുണ്ട്, നമ്മൾ മഞ്ഞൾപ്പൊടിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് തേങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചൂടാകുമ്പോൾ നമുക്ക് ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ കടുക് ആഡ് ചെയ്യാണ്. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഉഴുന്നുപരിപ്പും ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുത്ത് അതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞപ്പോൾ നമ്മളതിലേക്ക് പച്ചമുളകും കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. അത് മൂത്ത് വരുമ്പോൾ വേണം നമുക്ക് സവാളയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കാൻ കേട്ടോ. പച്ചമുളകൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സവാളയും വറ്റൽമുളകും ആഡ് ചെയ്യാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള ഒന്ന് ചെറുതായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഇനി അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ക്യാബേജ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ക്യാബേജ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ക്യാരറ്റും ക്യാബേജും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ഉപ്പും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾ ആഡ് ചെയ്തോളൂ കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മൂടി വെച്ച് ഒന്ന് 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ നമുക്ക്. അപ്പം നമ്മുടെ മിക്സഡ് തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്കതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം.
10 10 രുചിയിലെ അടുത്ത വിഭവവുമായി കാണുന്നത് വരേക്കും ബൈ ബൈ. താങ്ക്സ് വാച്ചിങ് ഫോർ മൈ ചാനൽ.